എടി മീനാക്ഷി, മീനാക്ഷി. ആ, ഇതാരും നല്ലേച്ചിയാ. കയറി വാ നല്ലേച്ചി. കുറേ ദിവസമായിണേ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിട്ട്. എങ്ങനെയാന്ന് അവിടുത്തെ പണി തീരണ്ടേ? അതിനെന്നപ്പാ മോൻ്റെ ഉള്ളിലാടാ ഉളെല്ലാം എടുക്കൂലേ? പണി ഞാനില്ലാണ്ട് ആടെ ഒന്നും ആവൂലണേ. എല്ലാത്തിനും എൻ്റെ കൈ തന്നെ അത്ത. അതെല്ലാം പോട്ട് ഓർത്തുൻ്റെ പുതിയ ഒന്ന് കല്യാണം കഴിഞ്ഞ പിന്നെ ഞാനവളെ കണ്ടിട്ടില്ല. ഒന്ന് വിളിക്കറാ. വിളിക്കാപ്പ അവള് കുളിക്കാൻ പോയിട്ടവളെ. എന്തെങ്കിലും സ്വർണ്ണെല്ലാം ഉണ്ടാ കൊണ്ടുവന്നതിനെ വരുമ്പം വല്ലതും? അമ്മപ്പ നല്ല ചേച്ചി, ഞാനൊന്നും നോക്കാൻ പോയിട്ടില്ല. കഴുത്തിലും കയ്യിലെല്ലാം കുറേയെല്ലാം കണ്ടിനി. നീ അപ്പ ഒന്നും വാങ്ങി വെച്ചിട്ടില്ലേ? അതെങ്ങനെയാ നല്ല ചേച്ചി, ഓള് വന്ന് കയറിയിട്ടല്ലേ ഉള്ളൂ. ഞാനെല്ലാം വന്ന് കയറിയതിൻ്റെ അന്ന് തന്നെ എല്ലാം എടുത്ത് ഷെൽഫിൽ കയറ്റി വെച്ചിനി. ഓക്കിടാൻ വേണ്ടിയിട്ട് ഒരു മാലയും വളയും കൊടുത്തിനിന്ന് മാത്രം. എന്നാലും എങ്ങനെയാണിപ്പാ? നീ അതൊന്നും നോക്കണ്ടാന്ന്. വേഗം വാങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ ഒന്നും കിട്ടൂലാട്ടാ. എന്നാ പിന്നെ ചോദിച്ചു നോക്കാല്ലേ? മോളെത്തിയാ? എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കേ, ഞാൻ പോയിട്ട് ചായ എടുത്തിട്ട് വരാം. വാ ഇങ്ങോട്ട് വാറാ, നോക്കട്ടെ നല്ല ചേച്ചി. അല്ല മോളെ, നീ സ്വർണ്ണൊന്നും ഇട്ടിട്ടേ ഒന്നും കാണുന്നില്ലല്ലോപ്പാ. എനക്ക് സ്വർണ്ണൊന്നും അത്ര ഇഷ്ടമല്ല. പിന്നെ കല്യാണത്തിന് ഇട്ടുവെന്നേ ഉള്ളൂ. അയ്യോ, പെണ്ണുങ്ങളായാലും സ്വർണ്ണം ഇടണം. മാത്രല്ല നല്ലോണം സൂക്ഷിക്കും വേണം. സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്താ വില. ലോക്കറിലെങ്ങാൻ കൊണ്ടൊക്കെയാവും നല്ലത്. എന്നാ നല്ല ചെറുങ്ങട്ടെ മോളെ, പിന്നെ വരാട്ടാ. ചായ ഒന്നും വേണ്ട മീനാച്ചി, ഞാൻ ഇറങ്ങൂന്ന്. വീട്ടിൽ പോയിട്ട് പണിയുണ്ട്. മോളെ. എന്നാമേ? അമ്മ നിന്നോട് ചോദിക്കാണ്ടിരുന്ന ഇതുവരെ. മോളെ സ്വർണ്ണെല്ലാം എടുത്തു? അതെല്ലാം ഷെൽഫിലുണ്ട്. എന്നാ പിന്നെ മോളത് ഇങ്ങെടുത്താട്ടെ. അതെന്തിനാന്നമ്മേ? അത് അമ്മ സൂക്ഷിച്ചു വെച്ചോളാം. മോക്ക് ആവശ്യം ഉണ്ടാവും പറഞ്ഞാൽ മതി, അമ്മ എടുത്തുതരാൻ നേരം. അതെന്തിനാന്നമ്മേ? എനക്കിടാൻ എൻ്റെ വീട്ടുകാർ തന്നതല്ലേ, അപ്പൊ ഞാൻ തന്നെ അത് സൂക്ഷിച്ചാ പോരെ. മോളെ, അത് നാട്ടു നടപ്പ് അങ്ങനെയാന്ന്. എനിക്ക് സൗകര്യം ഉണ്ടെ തന്നാ മതിയപ്പാ. വേണ്ടമ്മേ, അതെൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് വാങ്ങി തന്നെയല്ലേ, ഞാൻ തന്നെ വെച്ചോളാം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്ന് മാത്രം. എന്നാ ശരി. ആണേ മീനാക്ഷി, ഇത് അലക്കൊന്നും ഇനിയും കഴിഞ്ഞിട്ടില്ലേ? അലക്കെല്ലാം കഴിഞ്ഞു. ഇനി ആരുടെ വേണ്ടു? നീ ചായ എല്ലാം കുടിച്ചാണേ? ചായ എല്ലാം അവിടെ ആക്കി വെച്ചിട്ടുണ്ട്, കുടിക്കാൻ പോണത്രേ. ഇനി എന്തായണേ? സ്വർണം കിട്ടീനതിൻ്റെ? ഒന്നും കിട്ടിയില്ലപ്പാ. അതോളം ഓളകയുമ്പോ തന്നെ വെക്കാന്നാ പറഞ്ഞു. ഒക്കെ പണിയെടുക്കാൻ അറിയാമെന്നെങ്കിലോ? ഇല്ലപ്പാ, പണിയെല്ലാം പഠിച്ചു വരുന്നില്ലേ ഉള്ളൂ. ഇല്ല, പണിയുന്നില്ല, എല്ലാ പണിയും എടുപ്പിക്കണം. ഇല്ലേ പിന്നെ വടക്കേലെ സരോനീൻ്റെ അവസ്ഥയായി പോകുന്നു എനിക്ക് കേട്ടാ. എന്നാ പിന്നെ ഞാൻ പോന്നട്ടാ. എന്നാ ശരി നല്ല ചേച്ചി. മീൻ കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ എപ്പം വരാം ഇനി. അല്ല മോളെ, മോളടിച്ചു വരുമോന്ന്? മോളെന്തിനാ ഇപ്പം ഇതെല്ലാം എടുക്കുന്നത്? വന്ന് കയറിയത്രയല്ലേ, മോളെല്ലാം എടുക്കൂലേ? മോള് പോയിട്ട് റെസ്റ്റ് എടുക്കുന്നു. എന്നാൽ പിന്നെ നളിനേച്ചി പോയിട്ട് പിന്നെ വരാട്ടാ. മീനെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്, അവിടെ കുറേ പണിയുണ്ട്. പോയിട്ട് വരേ. ഏട്ടാ, ഈ നളിനേച്ചി ഇടക്കിടയ്ക്ക് ഇപ്പം ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടാ. അമ്മയോട് എന്തെല്ലോ ദുഷിപ്പ് പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. അതെയാ? അവരങ്ങനെ തന്നെയാണ്. വെറും ദുഷിപ്പ് പറയാൻ തന്നെയാണ് അവർ പരിപാടി. ഞാൻ നോക്കിക്കോളാം. ഇല്ലപ്പാ, അങ്ങനെയൊന്നും പറ്റില്ല. പുതിയ കാറെല്ലാം മേടിച്ചിട്ടുണ്ടല്ലോ. മോളെ, അമ്മയില്ലേ? അമ്മയുണ്ട്, ഞാൻ വിളിക്കാം. അമ്മേ. എന്നാ നല്ലേച്ചി? എടാ മീനാച്ചി, 2 തക്കാളി ഉണ്ടാനെ എടുക്കാൻ. വീട്ടിൽ കറി വെക്കുമ്പോന്ന് തക്കാളി എല്ലാം തീർന്നു കഴിഞ്ഞു. 2 ഉണ്ടെങ്കിൽ നിർത്തേണേ ഇങ്ങോട്ട്. തക്കാളി ഉണ്ട്, ഞാൻ എടുക്കാം. അല്ലടാ മീനാച്ചി, മോളോളെ വീട്ടിലൊന്നും നിൽക്കാൻ പോയിട്ടില്ലേ കല്യാണം കഴിഞ്ഞിട്ട്? 2 ദിവസം പോയി നിന്നിനി. ഏട്ടാ, നളിനേച്ചി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വന്നിട്ടുണ്ട് കേട്ടാ. അതെയാ? ഇന്ന് ആ പെണ്ണുങ്ങളെ സുഖം ഞാൻ മാറ്റി കൊടുക്കാം. ഗൾഫിലേക്ക് പോകുമ്പോൾ ഓള് പോകുന്നുണ്ടോ അവൻ്റെ അപ്പുറം? അമ്മപ്പ എനക്കറിയൊന്നുമില്ല, ഞാനതൊന്നും ചോദിച്ചിട്ടില്ല. ഓള് പോയാൽ എങ്ങനെയാണ് ശരിയാവുക? എനിക്ക് ഇവിടെ ആരാന്നൊരു കൈസഹായത്തിന്? നീ വിടുവൊന്നും വേണ്ടപ്പാ. നീ ഒന്നും വിട്ടു കൊടുക്കണ്ട. പണ്ട് നമ്മളെല്ലാം കുറെ അനുഭവിച്ചല്ലേ. സ്വർണത്തിൻ്റെ കാര്യമാണെങ്കിൽ നീ മറന്നു പോകാനേ പാടില്ല.
ഇടക്കിടക്കേ ചോദിച്ചുകൊണ്ട് നിൽക്കണം കേട്ടോ. അല്ല നല്ലേച്ചി, നല്ലേച്ചിക്ക് എന്തെല്ലാം അറിയണ്ടേ എന്നോട് ചോദിക്കും, ഞാൻ പറഞ്ഞേക്കാം. ഓളെ ഗൾഫ് കൊണ്ടുപോകണമെന്നോ ഓളെ സ്വർണം എന്താക്കണമെന്നോ എല്ലാം നമ്മൾ തീരുമാനിച്ചോളും. പുറത്തുനിന്ന് ഒരാൾ അഭിപ്രായം ഇപ്പൊ എടുക്കുന്നില്ല. കുടുംബത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാണ്ട് നിങ്ങളൊന്ന് ഇറങ്ങിപ്പോയേ. അല്ലവനെ നള്ളേച്ചി. അമ്മ മിണ്ടാണ്ടിക്ക്, എനിക്ക് കുറച്ച് പറയാണ്ട്. ഇവരുടെ സ്വഭാവം നമുക്കറിയുന്നില്ലേ? ഇവരെ അഭിപ്രായം കേട്ടിട്ട് വേണം നിങ്ങൾക്ക് ഓരോ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്. ഇവരെ പോലുള്ളവരാണ് ഈ നാട്ടിലെ കുടുംബ പ്രശ്നം മൊത്തം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നല്ലേച്ചി, നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരെ നോക്കിയിട്ട് അവിടെ ഇരുന്നാൽ മതി, കേട്ടിട്ടല്ല? എന്നാ പിന്നെ ഇറങ്ങിക്കോ. എന്നാ പിന്നെ നള്ളിയേച്ചി വെറുതെ അല്ല കേട്ടോ ഇവനൊന്നും നന്നാവത്തെ. ഇപ്പോഴത്തെ ശാന്തേൻ്റെ വീട്ടിൽ പോവാ, കല്യാണമല്ലേ ചെക്കൻ്റെ വരുന്നു, കുറച്ച് ഉപദേശിക്കാനുണ്ട്. ഇവനൊന്നും നന്നാവില്ലാന്ന്.